ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLBയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് രുക്കു പറയുന്നുണ്ട്, ഞാൻ ഗർഭിണിയാണ്, അച്ചുവിന്റെ കുഞ്ഞാണ് എന്റെ വയറ്റിലുള്ളത്, ഇവമായുള്ള എന്റെ ഈ വിവാഹം നടക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം അറിഞ്ഞ് ഒടുവിൽ വെല്ലീച്ചൻ ആ തീരുമാനമെടുക്കുകയാണ്. ഇനി എന്തായാലും രുക്കു അച്ചുവിനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അർച്ചനയും വിജയ് ശങ്കറും ഇതിനെല്ലാം എതിർക്കുന്നുണ്ട്. അവസാനം വല്യച്ഛൻ അവരുടെ കല്യാണം തീർത്തും നടക്കണമെന്ന് പറയുമ്പോൾ അനിയും വിജയ് ശങ്കറും ആ ഓഡിറ്റോറിയത്തിൽ നിന്നും പോവുകയാണ്. പിന്നീട് വല്യച്ഛൻ രണ്ടുപേരെയും മണ്ഡപത്തിലിരുത്തി അച്ചുവിന്റെ കയ്യിൽ താലിയെടുത്തു കൊടുക്കുകയാണ്. അച്ചു അത് വളരെ സന്തോഷത്തോടെ രുക്കുവിന്റെ കഴുത്തിൽ കെട്ടുന്നുണ്ട്. എന്നാൽ അർച്ചന അച്ചു രുക്കുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കണ്ടുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത്. രണ്ടുപേരെയും അനുഗ്രഹിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അർച്ചന വീട്ടിലേക്ക് പോവുകയാണ്. ഇതിനാണെങ്കിൽ ദേഷ്യം അടക്കാനാവാതെ അവിടെയുള്ള ചെയറെല്ലാം എടുത്തെറിയുന്നുണ്ട്. ജയശങ്കർ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. സത്യനൊപ്പം പറയുന്നുണ്ട്, അവനെ മാത്രമല്ല ഇനി അവളെയും വെറുതെ വിടരുത്, ഇങ്ങനൊരു പെങ്ങളെ നമുക്ക് വേണ്ട എന്ന് പറയുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, നമുക്ക് ആലോചിച്ച് വേണ്ടത് എന്താച്ച ചെയ്യാം സത്യ എന്ന് പറയുമ്പോ സത്യം പറയുന്നുണ്ട്, എന്ത് ആലോചിക്കാനാണ്, മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനാണിത്, നമ്മളെ വിഡ്ഢികളാക്കി ആരും ഇവിടെ വലിയ ആളാവണ്ട ഒക്കെ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ചും രുക്കും വെല്ലിച്ചനും കൂടി വരുന്നത്. ഇതിനെ കാണുമ്പോൾ തന്നെ സത്യൻ രുക്കുവിനെ അടിക്കാനായി പോവുകയാണ്. എന്നാൽ വെല്ലിച്ചൻ അത് തടയുന്നുണ്ട്. ഇനിയിപ്പോ വെല്ലിച്ചനോട് പറയുന്നുണ്ട്, വെല്ലിച്ച മുന്നിൽ നിന്ന് മാറ്, നിങ്ങളാണ് ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത്, നിൽക്കുക എന്ന് പറയുമ്പോ വെല്ലിച്ചൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് മാറിയില്ലെങ്കിൽ നീ എന്നെ തല്ലുമായിരിക്കും, അല്ലും ഇവരുടെ രണ്ടുപേരുടെയും ദേഹത്ത് തൊടാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാണ്. ഇവിടെ വിജയ് ശങ്കറിനോട് വെല്ലിച്ചൻ പറയുന്നുണ്ട്, കുട്ടികൾ തമ്മിൽ സ്നേഹിച്ചു, അത് വലിയൊരു അപരാധമൊന്നുമല്ല, ഇവരെ വേർപിരിക്കാൻ സാധ്യമല്ല, അതിന്റെ കാരണം രുക്കു പറഞ്ഞു കഴിഞ്ഞു, പിള്ളേര് ഒന്നിച്ച് ജീവിക്കട്ടെ എന്ന് വെല്ലിച്ചൻ പറയുമ്പോ സത്യം പറയുന്നുണ്ട്, സമ്മതിക്കില്ല ഞാൻ അതിന് പറയാണ്. ചന്ദ്രയാണെങ്കിൽ രുക്കുവിന്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, പിന്നെ ഞങ്ങളെ നാണം കെടുത്താനായി നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോ രുക്കു കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ചുവപ്പ് പറയുന്നുണ്ട്, ഞാനാണ് രുക്കുവിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്, നിങ്ങൾ പോവാൻ തന്നെയാണ് വന്നത്, അതിനു മുന്നേ ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച വിവാഹത്തിന് വേണ്ടിയാണ് ഈ ആഭരണങ്ങളെല്ലാം വാങ്ങിയത്, ഞങ്ങൾക്ക് ഇനി ആവശ്യമില്ല, ആ സ്വർണം ഞങ്ങൾക്ക് ഇനി വേണ്ട. രുക്കു അതെല്ലാം അഴിച്ചു കൊടുക്കുന്ന അച്ചു പറയാണ്. രുക്കു അതെല്ലാം സമ്മതിച്ചുകൊണ്ട് സ്വർണങ്ങളെല്ലാം അഴിച്ച് വിജയശങ്കറിന്റെ കയ്യിൽ കൊടുക്കാൻ പോകുമ്പോൾ വിജയ് ശങ്കർ മാറി നിൽക്കുകയാണ്. പിന്നീട് ആ സ്വർണങ്ങളെല്ലാം അവിടെയുള്ള ടേബിളിൽ രുക്കു വെക്കുന്നുണ്ട്. പിന്നീട് വിജയ് ശങ്കറിനോട് പോയി, വലിയേട്ട ഞങ്ങളെ ശപിക്കരുത് എന്ന് പറഞ്ഞ് രുക്കു തൊട്ട് അനുഗ്രഹം വാങ്ങാനായി പോകുമ്പോൾ വിജയ് ശങ്കർ നിന്നും മാറി നിൽക്കുകയാണ്. പിന്നീട് രുക്കു സങ്കടത്തോടെ സത്യന്റെ അടുത്തും ചന്ദ്രയുടെ അടുത്തും വിമലയുടെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇതെല്ലാം ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. സത്യനാണെങ്കിൽ രുക്കുവിനെ പിടിച്ച് തള്ളുന്നുണ്ട്. അങ്ങനെ രുക്കു അച്ചുവിന്റെ മേലെ പോയി വീഴുകയാണ്. പിന്നീട് അച്ചുവും രുക്കുവും വല്യച്ഛന്റെ അനുഗ്രഹം വാങ്ങിച്ച് അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് അച്ചുവും രുക്കുവും ബൈക്കിൽ കയറി അവിടെ നിന്നും പോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആരോമലിന്റെ കൂട്ടുകാരും വരുന്നുണ്ട്. അവർക്ക് മംഗളാശംസകൾ നൽകുമ്പോൾ അച്ചുവും രുക്കും താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം അർച്ചനയെയും അച്ചുവിനെയും കാണാത്തതിൽ അനന്തനും മുകുന്ദനും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അനന്തൻ എന്നിട്ട് അർച്ചനയെ കുറെ ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നീട് അനന്തനും മുകുന്ദനും കൂടി അഞ്ജുവിനോടും രമ്യയോടൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ ഉണ്ടായിട്ടും ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് അർച്ചനയെ തെരഞ്ഞുകൊണ്ട് അവര് പോവാൻ നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചന വരുന്നുണ്ട്. ലോകത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് വണ്ടിയിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് അർച്ചന. അതിനുശേഷം അർച്ചനയോട് അനന്തനും മുകുന്ദനും ചോദിക്കുന്നുണ്ട്, അച്ചു എവിടെ ചേച്ചി എന്ന്. എന്നാൽ അർച്ചന ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവുകയാണ്. വീണ്ടും അർച്ചന അവിടെ പോയി ഇരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താണ് ചേച്ചി സംഭവം, അച്ചു എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഒടുവിൽ അർച്ചന അത് പറയുകയാണ്, അച്ചുവിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നുണ്ട്, രുക്കുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് അച്ചുവാണ്, അവൻ അവളെ താലി കെട്ടിയത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അർച്ചന പറയുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, അവൻ ആ നശിച്ച പെണ്ണിനെ കെട്ടുന്നത് കണ്ടിട്ട് ആശീർവദിച്ചിട്ടാണോ ചേച്ചി ഇങ്ങോട്ട് വരുന്നത്, അവർക്ക് ഒത്താശ ചെയ്യാൻ പോയതായിരിക്കും ഒക്കെ മുകുന്ദൻ പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്നോട് സംസാരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുണ്ടായ സംഭവങ്ങളെല്ലാം അർച്ചന എല്ലാവരോടും പറയുകയാണ്. ഇത് കേട്ട് എല്ലാവരും ആകെ ഷോക്കാവുന്നുണ്ട്. എല്ലാം കേട്ട് മുകുന്ദൻ പറയുന്നുണ്ട്, രുക്കു പ്രസവിച്ചാലും ഇല്ലെങ്കിലും അതൊന്നും നമ്മുടെ വിഷയമല്ല, ചേച്ചി ഒരിക്കലും അതിന് സമ്മതിക്കാൻ പാടില്ലായിരുന്നു, അച്ചുവിനെ പിടിച്ചു വലിച്ചിട്ടാണെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നു എന്ന് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, അച്ചുവിന്റെ ഭാഗത്ത് തെറ്റുണ്ടായില്ലേ, ഇത് നമ്മൾ അംഗീകരിക്കേണ്ടതല്ലേ, നമ്മുടെ കൂടി വീഴ്ചയാണത്. അർച്ചന പറയുമ്പോ അനന്തൻ പറയുന്നുണ്ട്, അതിന് പ്രായശ്ചിത്തമായിട്ട് ചേച്ചി അവരുടെ കല്യാണം നടത്തി കൊടുത്തോ എന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, ഞാനല്ല, വെല്ലിച്ചൻ മുൻകൈ എടുത്തിട്ടാണ് ആ കല്യാണം നടത്തിയത്, ഇത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ അപ്പോൾ എന്ന് അർച്ചന കരഞ്ഞുകൊണ്ട് പറയുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, ഇത് സംഭവിക്കാൻ പാടില്ലെന്ന് നമ്മൾ ആഗ്രഹിച്ചോ, ആ ദുരന്തം സംഭവിച്ചു എന്ന് പറയുമ്പോ മഞ്ജു പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താ
വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാമെന്ന് പറയുമ്പോൾ അനന്തം പറയാണ് ആലോചിക്കാനൊന്നുമില്ല, അവൻ അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ ഞാൻ ഈ വീട്ടിലേക്ക് കേറ്റില്ല. ചന്ദ്രകാന്തത്തിലെ രുക്മണിക്ക് അമ്പാട്ട് വീട്ടിലേക്ക് പ്രവേശനമില്ല എന്നൊക്കെ പറയുമ്പോ ചിന്നു പറയുന്നുണ്ട്, കുഞ്ഞമ്മാമൻ ചിറ്റിയെ വിളിച്ചിട്ട് വേറെ എങ്ങോട്ട് പോവാനാണ് എന്ന് ചോദിക്കുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, അതൊന്നും നമുക്കറിയണ്ട, അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറയാണ്. ചിലപ്പോ പറയുന്നുണ്ട്, അച്ചുവിനെ അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റൂടോ, എത്രയൊക്കെ ആയാലും അവൻ നമ്മുടെ അനിയനല്ലേ എന്ന് പറയാണ്. എന്നാൽ അനന്തനും മുകുന്ദനും അതിനെ എതിർക്കുകയാണ്. ചേച്ചി എന്തൊക്കെ വന്നാലും അവരെ ഇവിടെ കേറ്റരുത്, ഇപ്പോൾ സെന്റിമെന്റ്സിന്റെ പേരിൽ അവരെ ഇവിടെ കേറ്റിയാൽ ഞാനും ഏട്ടനും ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് മുകുന്ദൻ പറയാണ്. ഇത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഞെട്ടിത്തരിച്ച് അർച്ചന നിൽക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.